ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവൽ വെച്ചിട്ട് ഉപ്പുമാവ്, പോഹ റെസിപ്പി. പോഹ ഉപ്പുമാവ് എന്നും പറയും. നോർത്ത് ഇന്ത്യൻ സൈഡിൽ അവലിനെ പറയുന്നതാണ് പോഹ. നമുക്ക് ഇനി അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം അവൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വാഷ് ചെയ്യാനുള്ളതാണ്. കറക്റ്റായിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഓണിയൻ, സവാള ഒരു വലുതാണെങ്കിൽ 1, മീഡിയം സൈസിലാണെങ്കിൽ 2 എടുക്കുക. നല്ല സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലീസ്, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, മല്ലിയില, ദെൻ കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പീസ്, നമുക്ക് ഗ്രീൻ കളറിലുള്ള പീസുണ്ട്, വൈറ്റ് കളറിലുള്ള പീസുണ്ട്. ഞാനിവിടെ വൈറ്റ് കളറിലുള്ള പീസാണ് എടുത്തേക്കുന്നത്. അത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കപ്പലണ്ടി, കുറച്ച് കപ്പലണ്ടി എണ്ണയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അവലൊന്ന് ജസ്റ്റ് കഴുകി എടുത്ത് മാറ്റി വയ്ക്കാം. അവല് നല്ലോണം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുതിർത്തൊന്നും വെക്കരുത്, ജസ്റ്റ് സോക്കൊന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് നമ്മൾ അവലിങ്ങനെ എടുക്കണം. അരിപ്പയിൽ ഇങ്ങനെ വാർത്തെടുക്കുക. ജസ്റ്റ് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ എടുക്കണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, കുമിൻ സീഡ്, ജീരകം ഇട്ടിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് വെച്ചിരുന്ന പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പീസും പൊട്ടറ്റോവും നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കപ്പലണ്ടി, എണ്ണയിൽ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ലോണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ്സും കൂടെ നല്ലോണം കുക്ക് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം, കപ്പലണ്ടിയും പീസും എല്ലാം നല്ലോണം കുക്കായി കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന അവൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പോഹ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്കൊരു ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 to 12 മിനിറ്റ്സ് ആണ് നമുക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ അവലൊക്കെ നനച്ച് റെഡിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, പീസ് ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലൊക്കെ ഉപ്പ് ചേർക്കാനായിട്ട്. എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. പീസ് കുക്ക് ചെയ്ത് വെച്ചാൽ തലേദിവസം തന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.